नमस्ते। आज की हिंदी कक्षा में सभी को स्वागत है। ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കവിതയുടെ പേര് മേരെ അധികാർ കഹാ ഹെ. ഈ കവിത രചിച്ചിരിക്കുന്നത് ഡോക്ടർ ജയപ്രകാശ് ഖർദമാണ്. ഹിന്ദി ദളിത് സാഹിത്യത്തിൻ്റെ പ്രധാന സ്തംഭമായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. ജയപ്രകാശിൻ്റെ കവിതയുടെ പ്രധാന സന്ദേശം സാമൂഹ്യനീതിയും ന്യായവുമാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന പലതരം അനീതികളെ അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സ്വന്തം വേദനയും സാമൂഹ്യനീതിയുടെ ആവശ്യകതയും മുഴുങ്ങി കേൾക്കാം. സമൂഹത്തിലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ദളിതരുടെ പ്രശ്നങ്ങളാണ് അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശബ്ദം ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില രചനകൾ ഇപ്രകാരമാണ്. गूंगा नहीं था मैं, तिनका तिनका आग, बस्तियों से बाहर, ശ്മശാൻ കാ രഹസ്യ ആദി. അതുപോലെ അദ്ദേഹത്തിൻ്റെ കഹാനി ഇപ്രകാരമാണ്. തലാഷ്, ഖരോഞ്ച് തുടങ്ങിയവ. അതുപോലെ അദ്ദേഹത്തിൻ്റെ യാത്രാ സംസ്മരണമാണ് അനുഭവ് ഓർ സ്മൃതിയ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡോക്ടർ ജയപ്രകാശ് ഖർദമിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നേരെ കവിതയിലേക്ക് കടക്കാം. കവിതയുടെ പേര് മേരെ അധികാർ കഹാ ഹെ. തും കോട്ടി ബംഗ്ലോ മേ രഹത്തെ, मैं रहता झोपड़पट्टी में, तुम एसी कूलर में सोते, मैं तपता श्रम की भट्टी में, तुम दूध मलाई में नहाओ, मैं रोटी को मुंदास रहूं, तुम मालिक मैं नौकर ठहरा, फिर समदा का संसार कहाँ है. धन धरती मील तुम्हारे हैं, ओ पोकर और झील तुम्हारे हैं, शासन सत्ता पर काबिज तुम, थाने तहसील तुम्हारे हैं, तुम जाति धंब के अभिमानी, मुझसे घृणा व्यापार करो, वैषम्य देश के बीहड़ में, मैत्री की मीनार कहाँ है. तुम कहते इसमें हम में भेद नहीं, तुम कहते हम सब भाई हैं, फिर क्यों ऊंचे तुम में नीचा, क्यों जाति वर्ण की काई है. तुम कहते हम सब हिंदू हैं, हिंदू होने पर गर्व करो, हिंदुत्व राज की नगरी में, किंतु मेरा घर द्वार कहाँ है. तुम चाहो राम राज्य आए, तुम श्रेष्ठ शूद्र में बना रहूं, तुमको सारे अधिकार रहे, मैं वर्जनाओं से लदा रहूं, सदियों से शंभुकों की गर्दन कटने की परंपरा इस देश धरा से उठ जाए, इस आशय का स्वीकार कहाँ है. कानों में पिघला शीशा, मेरी जिह्वा पर ताले हैं, अस्पृश्य पशु से भी बेहतर निजी श्वासों तक के लाले हैं, उत्पीड़न की जंजीरों में यूं कसा फंसा सदियों से मैं, ना मुर्दा हूँ ना ही जी सकता, मेरे मौलिक अधिकार कहाँ हैं. അപ്പോൾ ഇപ്രകാരമാണ് കവിത നമ്മൾ ആലപിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് കടക്കാം. നമ്മുടെ കവിതയുടെ പേര് തന്നെ മേരെ അധികാർ കഹാ ഹെ. എൻ്റെ അധികാരം, എൻ്റെ അധികാരങ്ങൾ എവിടെ എന്നാണ്. അതായത് കവി സമൂഹത്തിലെ ദളിതരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, എൻ്റെ അധികാരം എവിടെ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷേ ശരിക്കും എല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യം നമ്മൾ നേടിയോ? അതൊരു ചോദ്യമാണ്. ഇപ്പോഴും ഇന്ത്യയിലായിക്കോട്ടെ, ഇന്ത്യക്ക് പുറത്തായിക്കോട്ടെ, ഒരുപാട് ദളിതർ, താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, വിദ്യാഭ്യാസം ഇല്ലാത്തവരായിക്കോട്ടെ, അധികാരം കയ്യിലില്ലാത്തവരായിക്കോട്ടെ, എല്ലാവരും ചൂഷണം അനുഭവിക്കുന്നുണ്ട് എല്ലാ മേഖലയിലും. ഇവിടെ കവി ഉദ്ദേശിച്ചത് ദളിതരാണ്, നിമ്നജാതിയിൽപ്പെട്ട, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ. നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, പണ്ട് മുതലേ ഇപ്പോഴും
ജാതിഭേദവും തൊട്ടുകൂടായ്മയൊക്കെ നിലനിൽക്കുന്നുണ്ട്. വിദ്യാസമ്പന്നരെന്നൊക്കെ നമ്മൾ വെറുതെ പറയുകയാണ്. വിദ്യ ആർജിച്ച് ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാറും കേൾക്കാറുമുണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ ദ്രോഹിക്കുന്നതും പീഡിപ്പിക്കുന്നതും ഒക്കെ. അവർക്കെതിരെ എന്ത് ചെയ്താലും ആരും ചോദിക്കാനോ പറയാനോ ഇല്ല. അപ്പോൾ ആ ഒരു സമസ്യയാണ് നമുക്ക് ഈ കവിതയിലൂടെ പഠിക്കാനുള്ളത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. തും കോട്ടി ബംഗ്ലോ മേ രഹത്തെ മേ രഹത്ത ജോപ്പട് പട്ടി മേ. ഇവിടെ തും എന്നുദ്ദേശിച്ചത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെയാണ്. ഇവിടെ കവി പറയാണ്, തും കോട്ടി ബംഗ്ലോ മേ രഹത്തെ, നിങ്ങൾ മാളികയിലും ബംഗ്ലാവിലുമാണ് ജീവിക്കുന്നതെങ്കിൽ. ഇവിടെ കോട്ടി എന്ന് ഉദ്ദേശിച്ചത് മാളികയെ, അതുപോലെ ബംഗ്ലാവ് എന്ന് ഉദ്ദേശിച്ച ബംഗ്ലാവാണ്. നിങ്ങൾ, അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ, ആരുടെ കയ്യിലാണോ അധികാരവും പൈസയും ഉയർന്ന ജാതിക്കാരൊക്കെ ആയ ആൾക്കാർ, അവർ മണിമാളികയിലൊക്കെയാണ് ജീവിക്കുന്നത്. മേ രഹിത്ത ജോപ്പട് പട്ടി മേ. പക്ഷേ മേ, ഇവിടെ മേ എന്നുകൊണ്ട് ഉപമിച്ചിരിക്കുന്നത് സാധാരണക്കാരായ ദളിതരായവരെയാണ്. അവരെയാണ് തുലന ചെയ്തിരിക്കുന്നത്. മേയുമായിട്ട് താരതമ്യം ചെയ്തിരിക്കുന്നത് ദളിതരെയാണ്. അപ്പം മേ, ഞാൻ ജീവിക്കുന്നത് ജോപ്പട് പട്ടിമേ, ചെറ്റക്കുടിലുകളിലാണ്. ഒരു സുഖ സൗകര്യവുമില്ലാത്ത കുടിലിലാണ് ഞാൻ ജീവിക്കുന്നത്. തും ഏസി കൂളർ മേ സോത്തെ മേ തബത്താ ശ്രം കി ഭട്ടി മേ. നീ എ സി കൂളറിലാണ് ഉറങ്ങുന്നതെങ്കിൽ ഞാൻ ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നത് ചൂടുള്ള, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ചോര നീരാക്കി ആണ് ഞാൻ ജീവിക്കുന്നത്. നീറിയാണ് ഞാൻ ജീവിക്കുന്നത്. ചൂടേറ്റം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. വെയിലത്തും എല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. നീ 24 hours എ സിക്ക് മുന്നിലാണ്. ജോലിസ്ഥലമായാലും വീടായാലും എല്ലായിടത്തും എ സിയാണ്. ഉയർന്ന ജാതിയിൽപ്പെട്ട എല്ലാവർക്കും അവർക്ക് ജീവിക്കാൻ എ സിയും സുഖ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ സാധാരണക്കാരായ നിമ്നജാതിയിൽപ്പെട്ട ദളിതരായവർക്ക് എ സിയോ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് കുടിൽ തന്നെ ഉണ്ടാവില്ല. തും ധൂത് മലായി മേ നഹാ ഹോ മേ റോട്ടി കോ മുന്താസ് രഹും. അതുപോലെ കവി പറയാണ്, കവി ചൂണ്ടിക്കാണിക്കുകയാണ്, നീ പാലിലും ക്രീമിലും ഒക്കെയാണ് കുളിക്കുന്നതെങ്കിൽ ഞാൻ റൊട്ടിക്ക് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് മുഹദാസ് രഹും, പട്ടിണിയിലാണ്. അതും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മുഹദാസ് മീൻസ് പ്രതീക്ഷ, പട്ടിണി എന്നാണ് അർത്ഥം. നിങ്ങൾ പാലിലും ക്രീമിലൊക്കെ മുങ്ങി കുളിക്കുമ്പോൾ ഞാനാകട്ടെ ഒരു അപ്പക്കഷ്ണത്തിനായിട്ട് യാചിക്കുകയാണ്. അപ്പോൾ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്, ഉള്ള സൗകര്യത്തിൽ പോലും ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ വളരെ മറ്റുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നത് പോലും നോക്കാതെ അത്യാഗ്രഹത്തോടു കൂടി കിട്ടുന്നത് പോരാ, അതിനുവേണ്ടി വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പാലിലും ക്രീമിലും ഒക്കെ കുളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അവരത്രയ്ക്കും സുഖസൗകര്യങ്ങൾ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇവിടെ സാധാരണക്കാരാണെങ്കിൽ റൊട്ടിക്ക് വേണ്ടിയിട്ട് അലഞ്ഞ് നടക്കുകയാണ്. അടുത്ത ഭാഗം നോക്കാം. തും മാലിക് മേ നൗക്കർ ടെഹ്റ, തും മാലിക് മേ നൗക്കർ ടെഹ്റ ഫിർ സമതാ കാ സംസാർ കഹാ ഹെ. നീ മാലികാണ്, അതായത് നീ മുതലാളിയും ഞാൻ സേവകനുമാണ്, ഞാൻ ജോലിക്കാരനുമാണ്. അതിപ്പോഴും നിലനിൽക്കുന്നു, എന്നും അങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റവുമില്ല.
ഫിർ സമത കാ സംസാർ കഹാ ഹൈ. പിന്നെ എവിടെയാണ് ഈ സമത, സമത്വം, സോഷ്യലിസം എന്നൊക്കെ പറയുന്നത്? എവിടെ? എല്ലാവരും പറയുന്നുണ്ട് റൈറ്റ് ടു ഇക്വാലിറ്റി, എല്ലാ അവകാശവും എല്ലാവർക്കുമുണ്ട്, ഈശ്വരൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ എവിടെ ഈ സമത്വം, സോഷ്യലിസം ഒക്കെ എവിടെ എന്നാണ് കവി ചോദിക്കുന്നത്. അടുത്ത ഭാഗം നോക്കാം. ധൻ ധർത്തി മീൽ തുമാരേ ഹേ, പോക്കർ ഓർ ഝീൽ തുമാരേ ഹേ. ധനവും ഭൂമിയും അതുപോലെ നാഴികയും മൈലും, അതായത് നാഴിക മൈൽ എന്ന് ഉദ്ദേശിച്ചത് മീൽ എന്നതിൻ്റെ മീനിങ് ആണ്. അതായത് മീൽ എന്ന് പറഞ്ഞാൽ നാഴിക അല്ലെങ്കിൽ മൈൽ അല്ലെങ്കിൽ ദൂരം എന്നാണ് അർത്ഥം. അപ്പോൾ ധനമായിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ, ദൂരം അല്ലെങ്കിൽ നാഴിക ആയിക്കോട്ടെ, എല്ലാം സമയവും ഭൂമിയും മണ്ണും സ്വത്തും ഒക്കെ നിൻ്റെ കയ്യിലാണ്. അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആരുടെ കയ്യിലാണ് അധികാരവും പൈസയും ഒക്കെ ഉള്ളത്? ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ കയ്യിലുള്ളത്. അപ്പോൾ അവർക്കാണ് ഇതൊക്കെ സ്വന്തം. അത് മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ തന്നെ അതങ്ങനെയാണ്. മനുഷ്യനാണ് ജാതി ഭേദങ്ങളും വർണ്ണ വിവേചനവും ഒക്കെ നമുക്കിടയിലേക്ക് കൊണ്ടുവന്നത് മനുഷ്യൻ തന്നെയാണ്. ഈശ്വരന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. മനുഷ്യൻ എന്നൊറ്റ ജാതിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കവി ചോദിക്കുകയാണ്, ഇതൊക്കെ നിങ്ങളെ കൈവശമല്ലേ? അതുകൂടാതെ തന്നെ പോക്കർ ഓർ ഝീൽ തുമാരേ. പോക്കർ മീൻസ് കുളമാണ്. അതുപോലെ ഝീൽ തടാകം. കുളമായിക്കോട്ടെ, തടാകമായിക്കോട്ടെ, പ്രകൃതിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ എല്ലാവർക്കും സ്വന്തമാണ്. പക്ഷേ ഇവിടെ അത് സവർണരുടെ അല്ലെങ്കിൽ അവർണരുടെ, ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ കയ്യിലാണ്. അതിൽ പോലും നീന്തി കുളിക്കാനോ ഇവർക്ക് അവകാശമില്ല. പണ്ട് കാലത്ത് താഴ്ന്ന ജാതിക്കാരെ മുന്നിൽ കണ്ടാൽ ഉയർന്ന ജാതിക്കാർ വഴിമാറി പോകുമായിരുന്നു. അവരെ തൊട്ടാൽ കുളിക്കുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. തൊട്ടുകൂടായ്മ, കണ്ടുകൂടായ്മ, അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ ആണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അതിനെതിരെ ഒരുപാട് നേതാക്കന്മാർ പോരാടിയിട്ടുണ്ട്. ജന്മിമാർക്കെതിരെ, ബ്രാഹ്മണർക്കെതിരെ ഒക്കെ നമ്മൾ പോരാടിയിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ നിലനിന്ന ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിലും. അടുത്ത ഭാഗം നോക്കാം. ശാസൻ സത്ത പർ കാബിസ് തും താനേ തഹസിൽ തുമാരേ ഹേ. അതായത് ഭരണവും അധികാരവും എല്ലാം നീ കൈയടക്കി വെച്ചിരിക്കുകയാണ്. കാബീസ് മീൻസ് അധികാരം, അത് കൈവശമാക്കുക. താനേ തഹസിൽ തുമാരേ. അതുപോലെ തന്നെ താനേ പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ. തഹസിൽ മീൻസ് താലൂക്ക് ഓഫീസാണ്. അതെല്ലാം നിൻ്റേതാണ്. എല്ലാം എവിടെ പോയാലും നിൻ്റെ അധികാരത്തിനുള്ളിലാണ് വരുന്നത്. പിന്നെ എനിക്ക് എവിടെയൊക്കെ എന്ത് റോളാണുള്ളത്? അതായത് ദളിതരുടെ റോൾ എവിടെയാണ്? ദളിതർക്ക് എന്താണ് ഇവിടെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തുള്ളത് എന്നാണ് ചോദിക്കുന്നത്. തും ജാതി ധംബ് കെ അഭിമാനി മുജ്സെ ഘൃണാ വ്യാപാർ കറോ. അതുപോലെ കവി ഇവിടെ പറയാണ്, നിൻ്റെ പേരിൻ്റെ മുന്നിൽ ജാതി ധംബ് കെ അഭിമാനി, സ്വന്തം ജാതി പേര് വെച്ചിട്ടാണ് പല ഉയർന്ന ജാതിക്കാരും നടക്കുന്നത്. അപ്പം അതിനെ അഭിമാനിച്ചുകൊണ്ട്, അതിൻ്റെ അഹങ്കാരത്തിൽ, ധംബ് മീൻസ് അഹങ്കാരം, നീ നടക്കുന്നു. അതുപോലെ മുജ്സെ ഘൃണ വ്യാപാർ കറോ. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താ? ദളിതരായ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ വെറുപ്പ് നേടിക്കൊടുക്കുക. അവരെ ഇഷ്ടമില്ല, ആർക്കും ഇഷ്ടമില്ല. വൈഷമ്യ ദേശ് കെ ബീഹഡ് മേ മൈത്രി കി മീനാർ കഹാ ഹെ. അതുകൂടാതെ തന്നെ കവി ചോദിക്കുന്നു, വൈഷമ്യ ദേശ് കെ ബീഹഡ് മേ, അതായത് ഈ ഭൂമിയിലെ വിദ്വേഷവും, വൈഷമ്യം മീൻസ് വിദ്വേഷം, വൈഷമ്യം എന്നാണ് അർത്ഥം. വിദ്വേഷവും വൈഷമ്യവുമുള്ള ഈ ബീഹഡ് മേ, ഈ ഭൂമിയിൽ, മൈത്രിക്ക് മിനാർ കഹായ, വിദ്വേഷവും വൈഷമ്യം നിറഞ്ഞ ഈ ഭൂമിയിൽ മൈത്രി മീൻസ് സൗഹൃദം എവിടെയാണ്? അതിൻ്റെ ഗോപുരം, മിനാർ മീൻസ് ഗോപുരമാണ്. അതിൻ്റെ ഗോപുരം എവിടെയാണ്? എനിക്കത് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളിവിടെ മൈത്രി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സൗഹൃദം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതായത് ഉയർന്ന ജാതിക്കാർ പറയുന്നതാണ്, നമ്മൾ സുഹൃത്തുക്കളാണ്,
അതിപ്പോൾ രാഷ്ട്രീയ മേഖലയിലുമുണ്ട്. രാഷ്ട്രീയ മേഖലയിൽ എന്ന് പറയുമ്പോൾ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെയൊക്കെ വന്ന് കാണുന്ന സമയത്ത് നിങ്ങൾ സുഹൃത്തുക്കളാണ്, നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യും എന്നൊക്കെ പറയുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്കെതിരെയൊക്കെയാണ് ഈ ഒരു കവിത. അപ്പോൾ ഈ സൗഹൃദമൊന്നും അതിൻ്റെ ഗോപുരമൊന്നും കാണുന്നില്ലല്ലോ നിങ്ങൾ ഈ പറയുന്നത്. തും കഹത്തെ ഹമ്മേ ഭേദ് നഹി, തും കഹത്തെ ഹം സബ് ബായി ഹെ. നീ പറയുന്നു നമുക്കിടയിൽ ഭേദമില്ല, വേർതിരിവില്ല. പക്ഷേ മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ അതേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഭേദങ്ങൾ എവിടെ നോക്കിയാലും ഭേദഭാവങ്ങളാണ്, പല തരത്തിലുള്ള ഭേദഭാവങ്ങൾ. തും കേത്തെ ഹം സബ് ഭായ് ഹെ, നമ്മൾ ബ്രദേഴ്സാണെന്ന് നീ പറയുന്നു. ഫിർ ക്യോं ഊഞ്ചേ തും മേ നീച്ച. എന്നിട്ട് ഇവിടെ കവി ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉയർന്ന തട്ടിലും ഞാൻ താഴ്ന്ന തട്ടിലായത്? ക്യോं ജാതി വർണ്ണ കി കായി ഹെ, തും കേത്തെ ഹം സബ് ഹിന്ദു ഹെ. അത് കൂടാതെ തന്നെ കവി ചോദിക്കുകയാണ്, ജാതി വർണ്ണയ്ക്ക് കായ്, ഞങ്ങൾ ജാതിയും വർണ്ണം കൊണ്ട് ഞങ്ങൾ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ജാതിഭേദവും വർണ്ണവിവേചനവും കൊണ്ട് ഞങ്ങൾ അങ്ങ് കായി ഹേ എന്ന് പറഞ്ഞാൽ അങ്ങ് കൊക്കയിൽ, അതാണ് അത്രയ്ക്കും അടിത്തട്ടിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, അത്രയ്ക്കും താഴെ തട്ടിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? തും കേത്തെ ഹം സബ് ഹിന്ദു ഹെ, നിങ്ങൾ പറയുന്നത് നമ്മളെല്ലാവരും ഹിന്ദുവാണ്. ഹിന്ദു ഹോനെ പർ ഗർവ് കരോ. അത് ഏത് മതം എടുത്താലും ആ മതത്തിലുള്ള പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുതിർന്ന ജാതിക്കാർ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഹിന്ദുവാണ്, നിങ്ങൾ ക്രിസ്ത്യനാണ്, നിങ്ങൾ മുസ്ലിമാണ്, നിങ്ങൾ അതിൽ അഭിമാനിക്കൂ. ഗർവ് കരോ, അഭിമാനം കൊള്ളുക. ഹിന്ദുത്വ രാജ്യക്ക് നഗരിമേ കിന്തു മേര ഘർ ദ്വാർ കഹാ. പക്ഷേ ഇവിടെ കവി ചോദിക്കുകയാണ്, സാധാരണക്കാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ ഹിന്ദുവാണ്, അതിൽ നിങ്ങൾ അഭിമാനിക്കൂ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഹിന്ദുത്വ രാജ്യക്ക് നഗരിയും, ഹിന്ദുത്വ രാജ്യമായ എൻ്റെ ഈ രാജ്യത്ത്, ഈ നഗരത്തിൽ, കിന്തു മേര ഘർ ദ്വാർ കഹാ ഹെ, എൻ്റെ വീടെന്ന അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ വാതിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്കുള്ള വഴി അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള വാതിൽ, എൻ്റെ വീട് എവിടെയാണ്? എനിക്കായിട്ട് എവിടെയാണ് ഇവിടെ വീടുള്ളത്? ഒരുപാട് നമ്മുടെ ഭാരതത്തിൽ ബ്രാഹ്മൺ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നൊക്കെ പറഞ്ഞിട്ട് 4 തട്ടായിട്ട് തരംതിരിച്ചിരുന്നു, വർണ്ണവിവേചനം. അപ്പോൾ ഇതൊക്കെ നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ ഭാരതം. ഭാരതത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും നമുക്കിതൊക്കെ കാണാൻ സാധിക്കും, കറുത്ത വർഗ്ഗക്കാരോടൊക്കെയുള്ള ഒരു ഭേദഭാവം. അതുപോലെ പത്രങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും. ദളിത് പർ ഹോ രഹേ ഹൈ അത്യാചാർ, ദളിതോं पर अत्याचार, गरीबी की ज़िंदगी, അപ്പോൾ ഇങ്ങനെയാണ് ഈ കവിത, നമ്മളിപ്പോൾ കണ്ട ചിത്രങ്ങളിലൂടെ നമുക്ക് ഈ കവിത മനസ്സിലാക്കാൻ സാധിക്കും. പാവപ്പെട്ടവരുടെ, ദളിതരുടെ ജീവിത കഥ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. തും ചാഹോ രാമരാജ് ആയേ, തും ശ്രേഷ്ഠ ശുദ്ര മേ ബനാ രഹും. അതുപോലെ കവി പറയാണ്, നീ ആഗ്രഹിച്ചു അല്ലെങ്കിൽ നീ പറയുന്നു അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്നു രാമരാജ്യം വരും, ക്ഷേമരാജ്യം, എല്ലാവർക്കും സുഖം ഉണ്ടാകുന്ന ഒരു കാലം അല്ലെങ്കിൽ അങ്ങനെ ഒരു രാജ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. പക്ഷെ അന്നും തും ശ്രേഷ്ഠ ശുദ്ര മേ ബനാ രഹും, നീ എന്താ ആഗ്രഹിക്കുന്നത്? അന്നും നിങ്ങൾ അങ്ങനെ ഒരു രാജ്യം അല്ലെങ്കിൽ രാമരാജ്യം വന്നു കഴിഞ്ഞാൽ, അതായത് ഈശ്വരൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്, അങ്ങനെ സമന്മാരായ ഒരു കാലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയായിരിക്കും ശ്രേഷ്ഠനും, ഞാൻ എന്നും ശുദ്രനായിരിക്കും. തുംകോ സാരെ അധികാർ ഹെ, നീ ആഗ്രഹിക്കുന്നത് എന്താ? നിനക്ക് എപ്പോഴും എല്ലാ മേഖലയിലുള്ള അധികാരം അവിടെ നിൽക്കട്ടെ, നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. മേ വർജനാവോ സെ ലതാ രഹും, ഞാൻ എന്നും എല്ലാ അധികാരങ്ങളും സ്വാതന്ത്ര്യവും നിഷേധിച്ചു കൊണ്ടേയിരിക്കണം. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ദളിതരായ ആൾക്കാർ
എന്നും താഴെ തട്ടിൽ തന്നെ. സദിയോं से शंभुकों की गर्दन काटने की परंपरा इस देश धरा से उठ जाए. ഇവിടെ കവി ചോദിക്കുകയാണ്, വർഷങ്ങളായിട്ട്, സദിയോസെ മീൻസ് വർഷങ്ങളായിട്ട്, ശംഭുകോ മീൻസ് കക്കകളാണ്, അതായത് ജലത്തിനടിയിൽ കിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിൽ കിടക്കുന്ന കറുത്ത കക്ക, അതിൻ്റെ കഴുത്ത് വെട്ടിക്കളയുന്ന ആ ഒരു പരമ്പര, അതായത് സാധാരണക്കാരായ ദളിതരായ ജനങ്ങളുടെ, ആ ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ കഴുത്ത് വെട്ടുന്ന അല്ലെങ്കിൽ അവരെ ചവിട്ടി താഴ്ത്തുന്ന ആ ഒരു പാരമ്പര്യം തുടർന്നോട്ടെ, അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇസ് ദേശ് ധരാസെ ഉട്ട് ജായ്, അത് ഈ ദേശത്ത് നിന്ന്, അതായത് നിങ്ങൾ ഉയർന്നു കാണാനും അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഉയർന്നു നിൽക്കാനും ഞങ്ങൾ എപ്പോഴും താഴ്ന്നു നിൽക്കാനുമാണ് നിങ്ങളുടെ ഉദ്ദേശ്യം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആശയം, ഈ ഒരു പാരമ്പര്യം നിങ്ങളെന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ, സ്വാതന്ത്ര്യം നമുക്ക് നേടിയത് മുതൽ ഇന്ന് വരെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അതേ അവസ്ഥ തന്നെയാണ്. ഇസ് ആശയ കാ സ്വീകാർ കഹാ ഹെ, എവിടെ ഈ ഒരു ഇതിൻ്റെ ആശയം എവിടെയാണ് നിങ്ങൾ സ്വീകരിച്ചത്? എന്നും ഞങ്ങളുടെ കഴുത്ത് വെട്ടിയ അവസ്ഥയാണ് ഉള്ളത്, ഞങ്ങളെ ചവിട്ടി താഴ്ത്തിയ അവസ്ഥയെ എവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. കാനോ മേ പിഘല ശീശ മേരി ജിഹ്വ പർ താലേ ഹെ, ചെവിട്ടിൽ തൂങ്ങിക്കിടക്കുന്ന ആഭരണം, അതായത് മേരി ജിഹ്വ പർ ലാത്തേ ഹെ, എൻ്റെ ചെവിടും അതുപോലെ നാക്കുമൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്ത് കേട്ടാലും മിണ്ടാണ്ടിരിക്കുക, നാക്കിൽ പൂട്ട് ഇട്ടിരിക്കുകയാണ്, അത് നാവിൽ പൂട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ശബ്ദിക്കാൻ വയ്യ. ഞങ്ങളെന്നും ഇങ്ങനെ ശബ്ദിക്കാതെ ഇരിക്കണമെന്നാണ് ഉയർന്ന ജാതിക്കാരുടെ ആഗ്രഹം. എന്ത് തെറ്റ് കണ്ടാലും ഒന്നിനുമെതിരെ പ്രതികരിക്കാൻ പാടില്ല, എന്ത് കേട്ടാലും മിണ്ടാണ്ടിരിക്കണം. കാനോമേ പിഘല ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കേട്ടാലും, സാധാരണക്കാർ എന്ത് കേട്ടാലും അതിനെതിരെ പ്രതികരിക്കാൻ പാടില്ല. മേരി ജിഹ്വ പർ ലാത്തേ, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രതികരിക്കുന്നതിന് മുന്നേ തന്നെ നാക്ക് പൂട്ടിയിടുക. അങ്ങനെയാണ് സാധാരണക്കാരെ എല്ലാവരും അവസ്ഥ. അസ്പൃശ്യ പശുസെ ബി ബെഹത്തർ, അതായത് തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് പശുവിനേക്കാളും മൃഗത്തെക്കാളും ബെഹത്തറാണ് എന്ന് ഉദ്ദേശിച്ചത് നീച്ചെ സംജാ ജാത്ത ഹെ പശുസെ ബി, അതായത് നമ്മൾ താഴ്ന്ന ജാതിക്കാരെ എപ്പോഴും മോശമായിട്ടാണ് കാണുന്നത്, മൃഗത്തെക്കാളും മോശമായിട്ടാണ് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ അവരെ കാണുന്നതെന്നാണ് അസ്പൃശ്യ പശുസെ ബി ബെഹത്തർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. മൃഗത്തെക്കാളും മോശമായ അവസ്ഥ. നിജ് ശ്വാസോം തക്ക് ലാലേ ഹെ ഉത്പീഡൻ കി ജഞ്ചീരോമേ, അതായത് സ്വന്തം ശ്വാസം പോലും വിടാനുള്ള അവസ്ഥ, ശബ്ദിക്കാനുള്ള അവസ്ഥ, ഒന്ന് എന്തെങ്കിലുമൊക്കെ കേട്ട് അതിനെതിരെ പ്രതികരിക്കാനുള്ള അവസ്ഥ ഒന്നും ഇന്നത്തെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ദളിതരായ ജനങ്ങൾക്ക് ഇല്ല. ഉത്പീഡൻ കി ജഞ്ചീരോമേ യൂം കസാഫസ സദിയോസമേ, ഞാൻ ഒരുപാട് കാലമായി ഈ പീഡനം, ഉത്പീഡൻ മീൻസ് പീഡനം, ഈ പീഡനം, ദളിതരോടുള്ള ഈ ചൂഷണം എന്ന ചങ്ങല, ജഞ്ചീർ മീൻസ് ചങ്ങല, ഞങ്ങളെ ചങ്ങൽക്കിട്ടിരിക്കുകയാണ്, ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂം കസാഫസ സദിയോസമേ, ഇത് ഞാൻ അതായത് കുടുങ്ങിക്കിടക്കുക, അതിനകത്ത് ഞങ്ങൾ ചങ്ങല കൊണ്ട് കുടുങ്ങിക്കിടക്കുകയാണ്, ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആ പീഡനം സഹിച്ചുകൊണ്ട് ചങ്ങലയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതാണ് കസാഫസ മീൻസ് കുടുങ്ങിക്കിടക്കുക. സദിയോസേമേ, വർഷങ്ങളായിട്ട്. ന മുർദാഹു ന ഹി ജി സക്ത, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഞാനിപ്പോൾ ജീവനോടെ ഇല്ല. ന ഹി ജി സക്ത, അതുപോലെ എനിക്കിപ്പോൾ ജീവിക്കാനും സാധിക്കില്ല, എന്നെ ജീവിക്കാനും വിടുന്നില്ല, എന്നെ മരിക്കാനും വിടുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അത്രയ്ക്കും അവർ ചൂഷണം ചെയ്യുന്നു. ദൈവത്തിൻ്റെയും നിയമത്തിൻ്റെയും മുന്നിൽ എല്ലാവരും സമന്മാരാണ്. പക്ഷേ ഇവിടെ ആരുടെ കയ്യിലാണോ അധികാരവും, ജാതി, ഉയർന്ന ജാതി
എന്ന ആ പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബോർഡുള്ളത്, ആ ഒരു അവസ്ഥ ഉള്ളത് അവർക്കേ ഇവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മേരെ മൗലിക അധികാർ കഹാ, എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്, മൗലിക അധികാർ മീൻസ് ഫണ്ടമെൻ്റൽ റൈറ്റ്, എവിടെ എന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിലെ ഉന്നതരായ, അതിപ്പോൾ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അപ്പോൾ അവർക്കെതിരെയൊക്കെയാണ് ഇത് ശബ്ദിക്കുന്നത്. ഈ കവിതയിലൂടെ അവർക്കെതിരെയാണ് നമ്മുടെ കവി ശബ്ദിക്കുന്നത്. ഒരുപാട് പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും നമ്മൾ കാണാറുണ്ട് ദളിതരായ ജനങ്ങളെ, ദളിത വർഗത്തിൽപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇല്ലാണ്ടാവട്ടെ. അതുപോലെ തന്നെ എന്നും പൈസയും സുഖസൗകര്യങ്ങളും നിലനിൽക്കില്ല, എന്നും സ്നേഹവും സാഹോദര്യവും ഒക്കെ നിലനിൽക്കുള്ളൂ എന്ന് ഒരു ദിവസമെങ്കിലും നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം മനസ്സിലാക്കട്ടെ എന്നാണ് കവിയും ഇവിടെ ആഗ്രഹിക്കുന്നത്. ജാതിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലും പെണ്ണിൻ്റെ പേരിലും എന്നും അടിപിടിയും കത്തിക്കുത്തും വെട്ടും കൊലയുമൊക്കെയാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. അപ്പോൾ ഡോക്ടർ ജയപ്രകാശ് കർദം സമകാലീൻ സമസ്യ, റെലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് നമുക്ക് ഈ കവിതയിലൂടെ പറഞ്ഞു തരുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു സമസ്യ തന്നെയാണ് ഭേദഭാവം, ജാതിഭേദ വർണ്ണവിവേചനമൊക്കെ. അത് വിദ്യാസമ്പന്നരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ പരമ്പരാഗതമായിട്ട് തന്നെ ഇത് നിലകൊള്ളുന്നു, തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് അവസാനിക്കാൻ സമയമായി. ഇനിയുള്ള ജനറേഷനെങ്കിലും അങ്ങനെ ഇതിനെ തുടച്ചു മാറ്റാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.